വെള്ളിയാഴ്ച അമേരിക്കയുടെ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വരാനിരിക്കെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ കോഷ്യസ് അപ്രോച്ച് കാണാൻ സാധിച്ചു. പ്രധാന ഇൻഡെക്സുകളൊക്കെ ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.30%-വും S&P 0.16%-വും ഇടിഞ്ഞു. യൂറോപ്യൻ ഇൻഡെക്സിൽ ഡാക്സ് 0.8%-ഉം CAC 1%-വും FTSE 0.35%-വും ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാന്റെ ഇൻഡെക്സ് നെഗറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ കൊറിയൻ ഇൻഡെക്സിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിക്കുന്നു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായ സെല്ലിംഗ് പ്രഷറിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലും നെഗറ്റീവ് ക്ലോസിംഗ് വന്നിരുന്നു. 14 ദിവസത്തെ വിന്നിംഗ് സ്ട്രീക്കാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. ഇൻഡെക്സ് 25,198-നടുത്ത് ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലായിരുന്നു. 975 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 97 കോടി രൂപയുടെ ബൈയിങ്ങാണ് നടത്തിയത്. ഇന്നത്തെ ദിവസം നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 25,300, 25,380 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 25,100, 25,080 തുടങ്ങിയ ലെവലുകൾ ഇൻഡെക്സിൻ്റെ ക്രിട്ടിക്കൽ സപ്പോർട്ട് സോണാണ്. 25,100-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാമെന്നാണ് പല ടെക്നിക്കൽ അനലിസ്റ്റുകളും പറയുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ. ഗൗതം സിംഗാനിയയുടെ ഉടമസ്ഥതയിലുള്ള റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയാണ്. PNB ഹൗസിംഗ് ഫിനാൻസ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ വഴി 2,500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. സെപ്റ്റംബർ 9 നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നത്. സോന BLW പ്രസിഷൻ ഫോർജിംഗ് എന്ന സ്റ്റോക്കിൽ ഇന്ന് ഡിസ്കൗണ്ട് സെല്ലിംഗ് പ്രതീക്ഷിക്കാം. കമ്പനി 2,400 കോടി രൂപ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനുവേണ്ടി സോന BLW പ്രസിഷൻ ഫോർജിംഗ് എന്ന സ്റ്റോക്കിന് 3% ഡിസ്കൗണ്ടിൽ 699 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനിയുടെ ഷെയറുകൾ വിൽക്കുന്നത്. കാനറ ബാങ്ക് എന്ന PSU സെക്ടറിലെ സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. $300 മില്യൺ ബോണ്ട് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 4.86%, അതായത് സെമി ആനുവലി 4.86% കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുന്ന രീതിയിലുള്ള ബോണ്ടാണ് കാനറ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത്. സുസ്ലോൺ എനർജിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, സുസ്ലോൺ എനർജിയുടെ ഹെഡ്ക്വാർട്ടർ ഓഫീസായ ഓൺ എർത്ത് പ്രോപ്പർട്ടി എന്ന ഓഫീസ് കമ്പനി 440 കോടി രൂപയ്ക്ക് സെൽ ചെയ്യാൻ തീരുമാനിച്ചു. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ഗവൺമെൻറ്റിൻ്റെ OFS ഇന്നും തുടരുകയാണ്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ 3.68% സ്റ്റേക്കുകളാണ് ഗവൺമെൻറ് ഡിസ്കൗണ്ട് പ്രൈസിൽ സെൽ ചെയ്യുന്നത്. കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ന്യൂസിൽ ഫോക്കസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്റ്റോക്കാണ്. സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിക്കുന്നു എന്നായിരുന്നു ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്. അതേസമയം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും സെമി കണ്ടക്ടർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഫോർമൽ ലെറ്റർ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം കമ്പനി എക്സ്ചേഞ്ചിനെ അറിയിച്ചു. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 6,460 അൺസെക്യൂർഡ് റിഡീമബിൾ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താണ് കമ്പനി 64 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഓരോ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സിൻ്റെയും ഫേസ് വാല്യൂ 1 ലക്ഷമാണ്. അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റൽ എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായി അപ്പോളോ ഹെൽത്ത് ലിമിറ്റഡ് എന്ന കമ്പനിയെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബോറോസിൽ റിന്യൂവബിളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്, ക്ലീൻ മാക്സ് പൃഥ്വി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 49% സ്റ്റേക്കുകൾ ബോറോസിൽ റിന്യൂവബിൾ എന്ന കമ്പനി അക്വയർ ചെയ്തു. ഇനി സ്റ്റേക്ക് അക്വിസിഷൻ വരുന്ന 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് 1:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനിക്ക് ഓർഡർ ലഭിച്ചു. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം വഴി 10 ഗിഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി സ്റ്റോറേജ് പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന് ലഭിച്ചത്. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ICRA വേദാന്തയുടെ റേറ്റിംഗ് AA-യിൽ നിന്നും AA-ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും ഷോർട്ട് ടൈം റേറ്റിംഗിന് A1+ എന്ന കാറ്റഗറി നൽകുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.